നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്നൊരു മണ്ണിലാണ്. 200 വർഷം മുന്നേ ചെല്ലുന്ന ആ ഒരു ചരിത്രമുറങ്ങുന്ന സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലം ഏതാണെന്നല്ലേ? അതിൻ്റെ പുറകിൽ നിങ്ങളൊരു ഗുഹ ഉണ്ടോ? ഈ ഒരു ഗുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴശ്ശിരാജ പഴശ്ശിരാജ തൻ്റെ ഗറില്ല യുദ്ധത്തിനായിട്ട് ഒളിപ്പോരിനായിട്ട് ഉപയോഗിച്ചൊരു ഗുഹയാണ്. അപ്പോൾ ഈ ഒരു ഗുഹ ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ട് കണ്ടെത്തിയതാണ്. ഇവിടെ എത്തിപ്പെട്ടതൊക്കെ വലിയ കഥയാണ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു പഴശ്ശിരാജയുടെ ഒരു ഗുഹ ഒരു വലിയ എസ്റ്റേറ്റിൽ നടുക്കാണ്. നമ്മുടെ ഹാരിസൺസ് ഭൂമി മലയാളത്തിൻ്റെ ഇവിടെയുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ നടുക്ക് ഇങ്ങനൊരു ഗുഹ. അപ്പോൾ ആ ഒരു പഴശ്ശിരാജയുടെ ഗുഹയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചരിത്രമാണെന്നറിയാം, പക്ഷേ ഞാൻ ബോറാക്കാതെ നല്ല രീതിക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുപോകാൻ ശ്രമിക്കാം. കുറച്ച് ചരിത്രങ്ങളും കുറച്ച് അറിവുകളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടാലും. അപ്പോൾ ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ അതാ ഇങ്ങനെ ഈ ഒരു ചേരമ്പാടിക്കടുത്തുള്ള വെൻറ്റ്വർത്ത് എസ്റ്റേറ്റിന് നടുക്ക് കൂടെ ഇങ്ങനെ ഓഫ് റോഡ് ചെയ്ത് പോവുകയാണേ. ഈ ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ പഴശ്ശി കേവിൻ്റെ അടുത്ത് എത്താൻ. ടഫ് റോഡാണ്, ടഫ് റോഡ്. ഈ വഴിയൊക്കെ തിരിച്ചു വരണം. പഴശ്ശിരാജേൻ്റെ കേവാണ്. പഴശ്ശിരാജ യുദ്ധത്തിന് വേണ്ടിയിട്ട് പാസിങ് കേവായിട്ട്, അതായത് യുദ്ധത്തിന് വേണ്ടി ഒളിഞ്ഞു പോകാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു കേവാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിലെല്ലാം റീൽസും കാര്യങ്ങൾ പ്രൊമോഷൻ്റേതായിട്ട് അതിന് ശേഷം നമ്മുടെ പഴശ്ശിരാജേൻ്റെ 6ാം തലമുറയിൽപ്പെട്ട ശുഭാവർമ്മ തമ്പുരാട്ടി അവരിത് കാണാനിടയാവുകയും അവർ ഇത് അന്വേഷിച്ച് പിടിച്ച് എന്താ ഏതാണെന്നറിയാൻ വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അമേരിക്കയിലാണ് അവർ സെറ്റിൽഡ്. അവരിവിടെ വന്ന് അവരാണ് ഈ പഴശ്ശി കേവ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്. അവർ തന്നെയാണ് അതിനെ ഇന്നാഗ്രേറ്റ് ചെയ്തത്. അത് നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ട് എടുത്തു. അങ്ങനെ ഇതിൻ്റെ ഒഫീഷ്യൽ ഇന്നാഗ്രേഷൻ അവരായിട്ട് ചെയ്തു. പിന്നെ ഒരു പഴശ്ശിരാജേൻ്റെ ഒരു ഫോട്ടോയും വെച്ച് ഒരു വിളക്കെല്ലാം കത്തിച്ച് അന്നത്തെ ദിവസം അങ്ങനെയാണ് ഇന്നാഗ്രേഷൻ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേവ്. നമ്മൾ വിചാരിച്ചതൊരു ഗോൾഡ് മൈനിങ് കേവ് ആണെന്ന് നമ്മൾ കരുതി. അപ്പോൾ അങ്ങനെ ആർക്കിയോളജിസ്റ്റുകാരും എല്ലാം വന്ന് നോക്കിയപ്പോൾ അത് ഗോൾഡ് മൈനിങ്ങിൻ്റെ അപ്പിയറൻസ് ഒന്നും ഇവിടെ ഇല്ല, അതിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ അവർക്ക് കണ്ടിട്ട് നോക്കിയത് അറിഞ്ഞത് ഒരു ഗൊറില്ല വാറിൻ്റെ സ്ട്രക്ചറിലാണ് ഈ കേവ് ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഗോൾഡിൻ്റെ അപ്പിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു വാർ ടൈപ്പിലുള്ളതാണ്. സാധാരണ ഗോൾഡ് മൈനിങ്ങിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഗനിച്ചു പോകുന്ന ഒരു ടൈപ്പാണ് കാണുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു 5 ഇത് ഹൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു 5 ടെക്നിക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗൊറില്ല വാർ എന്ന് പറയുമ്പോൾ അവർ അമ്പും വില്ലും കൊണ്ടാണ് ഗൊറില്ല വാർ ചെയ്യുന്നത്. അപ്പോൾ അമ്പും വില്ലും അതിൻ്റെ അമ്പ് പോയി പതിക്കുന്ന മീറ്റർ എന്ന് വെച്ചാൽ 90 മീറ്ററാണ്. ആ ഒരു ഡിസ്റ്റൻസാണ് ഈ കേവിൽ നിന്നും നമ്മുടെ ആ വഴി 200 വർഷങ്ങൾക്ക് മുൻപ് ഉള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലായിരുന്നു വഴി ഉണ്ടായിരുന്നത്. അപ്പോൾ 90 മീറ്റർ ഡിസ്റ്റൻസിലാണ് ആരോ പതിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്. അതൊന്ന്, അതായത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അവർക്ക് അറ്റാക്ക് ചെയ്യാം. രണ്ടാമത് വന്നിട്ട് ഈ ഒരു റിവറാണ്. അന്ന് കുറച്ചും കൂടെ വലിയൊരു ഇതായിരുന്നു 200 വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോഴാണത് ചെറിയൊരു കൈത്തോട് പോലെ ആയത്. മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻട്രൻസ് ഇത്രയും വിസിബിൾ അല്ലായിരുന്നു. പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഒരു ഇത്രയും പോർഷൻ ആയിരിക്കും. പെട്ടെന്ന്, അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഈ മണ്ണെല്ലാം നീക്കി വൃത്തിയാക്കിയത്. സാധാരണ ഇതിൻ്റെ ഈ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു മട പോലെ ആണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏതാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ച് ആദ്യം പോയത്. ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മേലെ കൂടെ നുഴഞ്ഞു കയറിയിട്ടാണ് നമ്മളിത് നോക്കിയത്, നമ്മുടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രില്ലുണ്ടായിരുന്നു. അത് കാലക്രമേണ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഗ്രില്ലും തകർത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ആ സ്പ്ലിറ്റ് ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്ന് ഡമ്മിയാണ്, ഒന്നാണ് ഒറിജിനൽ. അവിടെയും കൺഫ്യൂഷൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആർക്കിയോളജിസ്റ്റുകാരുടെ അടുത്ത് നിന്ന് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അങ്ങനെ 5 ഹൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് 30-60 അടി മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ ബ്ലോക്ക് ആവുകയാണ്.
ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 24-25 അടി ഉള്ളിലോട്ട് പോയി പറ്റുള്ളൂ. ഇപ്പോൾ 2.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒറിജിനൽ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ 2.5 കിലോമീറ്ററിൽ ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ നിലമ്പൂർ കാടുകളുടെ ബോർഡറാണ്. നിലമ്പൂർ കാടുകളിലേക്കാണ് ഇതിൻ്റെ പോയിട്ട് അവസാനിക്കുന്നത്. അപ്പോൾ അതിലെ പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഹൈഡ് അതായത് ഇവർ ഇവിടെ താമസിക്കാനല്ല, ഹൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു പാസിംഗ് കേവാണ്. നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. നമ്മളിത് കുനിഞ്ഞും കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്, ആ ഒരു കേവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെയാണ് നമുക്ക് ആ ഒരു ആർച്ച് പോലെയുള്ള ഗ്രില്ല് പോലെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ശുഭാവർമ്മ തമ്പുരാട്ടി വന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് വിളക്ക് കത്തിച്ചിട്ട് പോയത്. ഇതാണ് പഴശ്ശിരാജ. പിന്നെ ഇതാണ് ഡമ്മി ആയിട്ടുള്ള റൂട്ട്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് ദൂരം വരെ പോകാം, പോകുന്നവർക്ക് പോകാം. പോയല്ലേ? വവ്വാലിനെ മാത്രം പഠിച്ചാൽ പോരാ. വവ്വാല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ കേവിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താഴെ നമുക്കത് ഉറവുകളിലൊക്കെ കാണാം. കുനിഞ്ഞ് തലയിടിക്കാത്ത രീതിയിലാണ് ഞാൻ പോണത്. എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫുള്ള് വവ്വാലുകളാണ് അതിൻ്റെ ഉള്ളിൽ. താഴെയാണെങ്കിൽ വെള്ളം. ബട്ട് ദിസ് ഈസ് വൺ ഹെൽ ഓഫ് ആൻ എക്സ്പീരിയൻസ് ഗൈസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണം ഒരു ചാൻസ് കിട്ടുമ്പോൾ. എൻ്റെ അമ്മോ, നോക്കിയേ വവ്വാലുകൾ പറഞ്ഞു നോക്കിയേ. എൻ്റെ മുഖത്തിൻ്റെ അങ്ങോട്ടൊക്കെ വന്നിടിച്ച്. ദേ ഒരു എലി, ദേ വവ്വാല്. ഇവിടെ ഫുള്ള് വവ്വാലുകളാണ് ഗൈസ്, കണ്ടോ? പേടിയുള്ളവരൊക്കെ പൊക്കോ, പക്ഷെ എനിക്ക് പേടിയില്ല. ബിക്കോസ് ഐ എം ബാറ്റ്മാൻ. അപ്പൊ നമ്മളങ്ങനെ ഇപ്പൊ വരാൻ കഴിയുന്നതിന്റെ മാക്സിമം ദൂരം വന്നിട്ടുണ്ട്. ഇത് 1.5 സ്ഥലമായിട്ടോ എക്സ്പ്ലോർ ചെയ്തത്. നല്ല വർത്ത് പ്ലേസ്. നിങ്ങൾ എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ വരണം. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ ഇതിനൊക്കെ വെടിക്കോപ്പുകൾക്കൊക്കെ യൂസ് ചെയ്ത് ആ കാലത്ത് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമുക്ക് പിന്നെ പോകുന്നത് ആ 2.5 കിലോമീറ്റർ ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ അതിനകത്തേക്ക് അനുവദിക്കുന്നില്ല. ചെറിയൊരു, അതായത് ഒരു 10 വയസ്സ് ആ ഒരു നുഴഞ്ഞു പോകാൻ പറ്റിയ രീതിയിൽ മാത്രമേ ഉള്ളൂ ഈ അങ്ങോട്ടുള്ള പാസിങ്. അപ്പം നമുക്ക് ഇനി അത് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഇതിന്റെ അപ്പുറവശം നമുക്ക് വിസിബിൾ ആണ്, പക്ഷെ ഇപ്പൊ നമ്മള് പോകാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ ഒരു അപ്പുറത്തോടെ പോയിട്ട് അത് 2.5 കിലോമീറ്റർ. അതെ അതെ അതെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് പോയി നോക്കാം. ഇപ്പൊ നമ്മള് അതിലൂടെ പോവാണെങ്കിൽ നമുക്ക് ഒന്നാമത് ഓക്സിജന്റെ പ്രശ്നം, പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ എന്താ ഒരേ ഡയറക്ഷനിലേ പോവാൻ പറ്റുള്ളൂ. തിരിച്ച് അതെ, നമ്മൾ എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോകുന്നോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വരേണ്ടി വരും. ആ ഒരു അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് അധികം ചെയ്യാറ്. ഇതിപ്പോ നമുക്ക് ഒരു 5 മീറ്റർ വരെ ഉള്ളിലേക്ക്, ഒരു 24 അടി 30 അടി വരെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ശ്രീമോളെ പേടിയാണെങ്കിൽ തിരിച്ചു പോരാ, ഞാൻ പോവാം. അപ്പൊ ഞാനൊന്ന് പോയി നോക്കി വരട്ടെ. ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2.5 കിലോമീറ്ററോളം നമുക്ക് പോവാന്നാ പറഞ്ഞത്. ഇതിന്റെ എന്താണ് അതർ എൻഡ് വരുന്നത് നിലമ്പൂർ കാടുകളുടെ ബോർഡറിലായിട്ടാണ്. പക്ഷെ ഇവിടുന്ന് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 100 വേണം പോകാൻ. കണ്ടോ, ഒരു ലൈക്ക് എന്താ പറയുക, അത്രയും നാരോ ആയിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നിരങ്ങി 100 വേണം കൂടെ പോകാൻ. അപ്പോൾ ഞാനെന്തായാലും റിസ്ക് എടുക്കുന്നില്ല. എങ്ങാൻ ഇടയിൽ വെച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പോലും പറ്റില്ല. പോരാത്തതിന് ഓക്സിജൻ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വവ്വാലുകളൊക്കെ നമുക്ക് കാണാം ഒരുപാട്. എന്തായാലേ, മാത്രമല്ല അതെ കുറച്ച് അടിയിലേക്കായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ആ ഒരു ഫർദർ. ഇതുണ്ടോ ഇത് വെടിക്കോപ്പുകളും മറ്റും കണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നാ പറഞ്ഞ്. സോ ഇതാണ് നമ്മുടെ ലീന ചേച്ചി, ലീന പ്രമോദ്. ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്, സ്റ്റോർ മാനേജർ റൈറ്റ്?
സ്റ്റോർ കീപ്പർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചേച്ചി നമുക്ക് ഇതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു A to Z കാര്യങ്ങൾ. ചേച്ചിയെ ശരിക്കും ഇവിടുന്ന് സ്റ്റോർ കീപ്പറിന് ഇവിടുത്തെ ഗൈഡായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് മാനേജ്മെന്റിനോട് ഞങ്ങളൊന്ന് ആവശ്യപ്പെടാൻ. പ്ലസ് ഇത് നമുക്ക് ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തേക്കുള്ള ഒരു പോസ്റ്റിംഗ് ഞാൻ ഇപ്പോൾ ടൂറിസത്തിന്റെ ഒരു സ്റ്റാഫും കൂടെ ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും അത് നന്നായിട്ടുണ്ട്. ലൈക്ക് ചേച്ചി അടിപൊളിയാണ്, ചെയ്യുന്നതിൽ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പഴശ്ശീസ് കേവ്, ചരിത്രമുറങ്ങുന്ന ഒരു പഴശ്ശിരാജയുടെ ഗുഹ? അപ്പോൾ കുറച്ച് കീ പോയിന്റ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ ഈ ഒരു ഗുഹ ലൈക്ക് ഒരു ഗുഹ പോലെ സ്ട്രക്ചർ പോലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് തൊട്ടേ ഇവർക്ക് അത് ഉണ്ടെന്ന് അറിയാം. പക്ഷേ അവർ വിചാരിച്ചിരുന്നത് ഈ ഗോൾഡ് മൈനിങ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. പിന്നീടാണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാരും ബാക്കി ഫർദർ അതിൻ്റെ വിദഗ്ധരൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ ഗോൾഡ് മൈനിങ് ഗുഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലേക്കാണല്ലോ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാസേജ് വേ പോലെ തുറന്ന് പോയി അങ്ങനത്തെ ഒരു രീതിയിലുള്ള സ്ട്രക്ചറാണ്. അങ്ങനെയാണത് ഇത്തരത്തിലൊരു ഹൈഡ് ഔട്ട് പോലെ യൂസ് ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഒരു ഗൊറില്ല അറ്റാക്കിന് ഉപയോഗിക്കുന്ന ഒരു ഗുഹ എന്നൊക്കെ മനസ്സിലായേ. പിന്നെ ആ ഒരു ഗൊറില്ല യുദ്ധം 200 വർഷം പഴക്കം എന്നൊക്കെ ഉള്ളത് ടാലി ചെയ്തപ്പോഴാണ് അത് പഴശ്ശിരാജയുടെ ഗുഹ എന്ന് മനസ്സിലായത്. സോ 1798 തൊട്ട് 1801 ആ ഒരു കാലഘട്ടത്തിൽ യുദ്ധങ്ങളാണ് പഴശ്ശിരാജ ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളത്, ഗൊറില്ല യുദ്ധങ്ങൾ. ആ ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ ചേച്ചി ഞാൻ പരിചയപ്പെടുത്തിയല്ലോ ഈ ഒരു വീഡിയോയിൽ. ആ ചേച്ചി വാസ് സോ സപ്പോർട്ടീവ്. നല്ല വിവരമാണ് ആ ചേച്ചി ചെയ്യുന്നത് എന്താണ് വ്യക്തമായിട്ട് അറിയാം. അതായത് നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ചേച്ചിക്ക് അതിന് ഉത്തരമുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ചേച്ചി ഇപ്പോൾ ഹിസ്റ്ററി പഠിച്ച ഒരാളാണോ എനിക്കറിയില്ല കേട്ടോ. ഹിസ്റ്ററി പഠിച്ച ഒരാളാണോ അറിയില്ല, അല്ലെങ്കിൽ ജോഗ്രഫിയെക്കുറിച്ച് ജ്ഞാനമുള്ള ആളാണോ അറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ജോഗ്രഫിക്കലി ആ ഗുഹയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക അതെങ്ങനെ ആ ഒരു അതിൻ്റെ ഒരു ആർക്കിയോളജിക്കൽ പരമായിട്ട് അതെന്തുകൊണ്ട് അങ്ങനെ ഈ ഒരു ഗുഹ ഇങ്ങനെ വന്ന്, എന്തുകൊണ്ട് ഇതിങ്ങനെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഈസ് ലൈക്ക് സോ പാഷനറ്റ് അബൌട്ട് ഡൂയിങ് ദാറ്റ്. സോ ആ ചേച്ചിക്കൊരു താങ്ക് യു. ആ ചേച്ചി ഇല്ലെങ്കിൽ ഇത്രയും ഇൻഫോർമേറ്റീവ് ആവില്ലായിരുന്നു ആ വീഡിയോ. ആൻഡ് ഓൾസോ പ്രഭാകർ സാറുടെ നമ്പർ എനിക്ക് ആക്സിഡൻ്റലി കിട്ടിയതാണ്. ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഫ്ലക്സ്. അപ്പോൾ അതിൽ താഴെ കണ്ടൊരു നമ്പറിൽ ഞാൻ വിളിച്ച് എൻക്വയർ ചെയ്തു, കാണാൻ പറ്റുമോ അങ്ങനെ, എനിക്ക് കേവ് കാണാൻ പറ്റുമെന്നൊക്കെ. സോ ആൻഡ് ഹി വാസ് ലൈക്ക് സോ യു ഷുഡ് കം, എന്തായാലും വരണം. എന്നോട് ചോദിച്ചു വ്ളോഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓൺലൈൻ കോണ്ടൻറ്റ് ചെയ്യുന്ന ആളാണോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചെറിയൊരു ചാനലുണ്ട്, ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോൾ ഹി സെഡ് യു ഷുഡ് കം ഫോർ ഷുവർ, വർത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. സോ സാറിനൊരു ബിഗ് താങ്ക് യു. സാറ് റെക്കമെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പോയില്ലായിരുന്നു. കാരണം സാറ് പ്രത്യേകം പറഞ്ഞു അവിടെ സ്പെഷ്യൽ ചാർജസ് ഒന്നുമില്ല, അവിടെ പോയി ഇങ്ങനെ ഒരു സ്റ്റാഫിനെ കണ്ടാൽ മതി, ദേ വിൽ അക്കമ്പനി യു ആൻഡ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തെന്ന് ഹെൽപ്പ് ചെയ്ത് ആ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരുന്നു. സോ സാറിനൊരു ബിഗ് താങ്ക് യു. സാറില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇല്ല. അതുപോലെ അവിടുത്തെ ആ ഒരു നാട്ടുകാർ അല്ലെങ്കിൽ ആ ഒരു എസ്റ്റേറ്റിലുള്ള ആളുകളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടുത്തെ ആ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഗുണശേഖരൻ, ആള് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് ഓക്കെ മോൻ ബൈക്ക് എടുത്ത് പോക്കോ, നടക്കണ്ട മുകളിലേക്ക്, എന്നിട്ട് അവിടെ ചേച്ചിയെ കണ്ടാൽ മതി. ലൈക്ക് എന്താ പറയുക, ആർക്കോ വേണ്ടി ചെയ്യുന്ന ജോലി പോലെയല്ല. അവർക്കൊക്കെ ഓക്കെ നമ്മളെ ഗുഹ കാണിച്ച് അടങ്ങും എന്നുള്ളൊരു തോര മനസ്സുള്ള പോലെയാണ് അവർ പെരുമാറ്റം. ലൈക്ക് സ്നേഹത്തോടുള്ള ഒരു രീതി കേട്ടോ, ഞാൻ ആ ഒരു സെൻസിൽ പറഞ്ഞാണ്. അതുപോലെ അവിടെ ബാക്കിയുള്ളവരത് ആ ഒരു നാട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ വഴി കൺഫ്യൂഷനായിട്ട് ചോദിച്ചപ്പോൾ ആ ഒരു ചേട്ടൻ വ്യക്തമായിട്ട് നമുക്ക് 2 വട്ടം വഴി പറഞ്ഞത് തെറ്റിപ്പോണ്ടെന്ന് വെച്ചാൽ. അതുപോലെ ബാക്കിയുള്ളവരാണെങ്കിൽ അത് ഭയങ്കര കോപ്പറേറ്റീവാണ്. അവരെക്കുറിച്ചും പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഡു യു നോ വാട്ട്സ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദിസ്? ഞങ്ങൾ ഈ സ്ഥലം കണ്ടത് ഫ്രീ ആയിട്ടാണ്, 10 പൈസ ചിലവില്ല. ബട്ട് നെക്സ്റ്റ് മന്ത് ഓർ അതിൻ്റെ അടുത്ത മന്തായിട്ട് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷൻ പോലെയൊക്കെ ഉണ്ടാവും, ഇത് കമേഴ്ഷ്യലൈസ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രഭാകർ സാറും പറഞ്ഞു, ആ ലീന ചേച്ചിയും പറഞ്ഞു. സോ ഇഫ് ദാറ്റ് ഹാപ്പൻസ് നിങ്ങൾക്കൊക്കെ ഇനി ചിലപ്പോൾ അത് ഈ ഒരു അടുത്ത മാസം തൊട്ട് പൈസ കൊടുത്ത് കാണേണ്ടി വരും. എനിക്കിപ്പോൾ അത് ഫ്രീ ആയിട്ട് ആ സ്ഥലം കാണാൻ പറ്റി, ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രൊമോഷൻ പോലെ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റി. സോ ഐ തിങ്ക് അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഭാവിയിൽ ഒരു വലിയൊരു സ്ഥലം ഒരുപാട് പേര് അറിയുന്ന, ഒരുപാട് പേര് വന്ന് പോകുന്നൊരു സ്ഥലമാകുമ്പോൾ അപ്പോൾ എനിക്ക് പ്രൗഡായിട്ട് പറയാം, തുടക്കക്കാലത്ത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് ഞാനാണ്. ഐ വിൽ ബി പ്രൗഡ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ആ ഒരു ഫാക്ടറിക്ക് നമുക്ക് പോകണമെങ്കിൽ, ഈ കെ എന്ന് പറഞ്ഞെങ്കിൽ ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് 2 വഴികളുണ്ട്. അപ്പോൾ ഒരു വഴി ഞങ്ങൾ ആദ്യം പോയ വഴി പ്രോപ്പർ വഴിയല്ല ഞങ്ങൾ പോയത്, മാപ്പിൽ കാണിച്ച വേറൊരു വഴിയാണ് ഇതിൻ്റെ. അപ്പോൾ ആ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓഫ് റോഡ്, ഭയങ്കര കല്ലും മുള്ളും. ഞങ്ങൾക്ക് തന്നെ തോന്നി ഇത് വേണോ, ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകണോ. പിന്നെ എന്തായാലും ഇത്രയും തിരിച്ചു പോകാനുള്ള ദൂരം നേരെ പോയാൽ നമുക്ക് എസ്റ്റേറ്റിൽ അവിടെ ഫാക്ടറിയിലെത്താം. ആ ഒരു മൈൻഡ് വെച്ച് എന്തോ പകുതി മനസ്സോടെ പോയതാണ് ശരിക്കും. പക്ഷെ അവിടെ എത്തിയപ്പോൾ
ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. പക്ഷേ അവർ പറഞ്ഞു ആ വഴിയൊക്കെ ഇനി കുറച്ചും കൂടിയൊക്കെ നന്നാക്കും കമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ ആളുകളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലൊക്കെ ഈ ഒരു വഴി പോകുന്നുണ്ടെങ്കിൽ ഡു ട്രൈ ഈ ഒരു സ്ഥലം ചെക്കൗട്ട് ചെയ്യുക. ഈ സ്ഥലം ശരിക്കും പറഞ്ഞെങ്കിൽ തമിഴ്നാട്ടിലാണ് പഴശ്ശി ഈ ഒരു കേവ് ഉള്ളത്. നമ്മളിപ്പോഴും തമിഴ്നാട്ടിലിരുന്നാട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കേരള ബോർഡറിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ദാറ്റ്സ് ഓൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പണ്ട് തൊട്ട് ഈ കേവ് അവിടെ ഉള്ളവരറിയാം, പക്ഷെ അത് ഇങ്ങനൊരു ഗൊറില്ല യുദ്ധത്തിന് ഉപയോഗിച്ചൊരു കേവാന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികളായിട്ട് വന്ന ഒരു കുടുംബത്തിലൊരു കൊച്ചു കുഞ്ഞായിട്ട് വന്ന ഒരു ചേട്ടൻ ഇപ്പോൾ മുതിർന്ന ഒരാളായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ആൾ പണ്ട് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ അവിടെ ഒരു ഗ്രില്ല് കണ്ടതും ആ ചേച്ചി മെൻഷൻ ചെയ്തായിരുന്നു അവിടെ ഒരു ഗ്രില്ല് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രില്ല് കണ്ടതും ആ ഗ്രില്ലിലൊരു ചെമ്പാണോ ഇരുമ്പിൻ്റെ, അതുപോലെ ആ ഗ്രില്ലിലൊരു ചെമ്പിൻ്റെയോ എങ്ങാണ്ട് കൂട്ട് കണ്ടു എന്നൊക്കെ ആൾ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആൾക്ക് അറിയണ്ടായിരുന്നില്ല ഇതിങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലമാണെന്ന്. പക്ഷെ ഇപ്പോൾ ആൾ അത് റീകളക്ട് ചെയ്ത് പറയുന്നു. അപ്പോൾ ആ ഒരു മനോഹരമായ സൺസെറ്റും കണ്ടുകൊണ്ട് നമ്മളോട് അങ്ങനെ ഇരിക്കുകയാണ്. കൂട്ടുകാരാ, എങ്ങനെയുണ്ട് പഴശ്ശീസ് കേവ്? പഴശ്ശീസ് കേവ് ഒരു രക്ഷയില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഒരു കേവിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. ഓക്കെ. അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ആ വവ്വാലൊക്കെ വേറെ എക്സ്പീരിയൻസ്, അത് കയറി തന്നെ അനുഭവിക്കുക. പക്ഷെ നമുക്ക് തുടക്കത്തിൽ അനുഭവിക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടി കമേഴ്ഷ്യലൈസ് ആകുമ്പോൾ ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവും. എന്നാലും നമുക്ക് അധികം ആരും അറിയാത്തൊരു സമയത്ത് നമ്മൾ വന്ന് കണ്ടുള്ളൊരു ഫീല് നമുക്ക് വേറെ തന്നെയല്ലേ. കീർത്തു ബേബ്, പഴശ്ശി കേവ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടാ? വരണമെന്ന് പറയൂ വീഡിയോ കാണുന്നവരോട്. ആൻഡ് വാട്ട് അബൌട്ട് യു ശ്രീമോൾ? എല്ലാരും വന്ന് കാണണം. അത്ര പറയുള്ളൂ. പ്രത്യേകിച്ച് വന്ന് കാണണം. കോട്സ് ഒക്കെ ഉണ്ട് കുറേ. വരൂ പ്ലീസ്, എല്ലാരും വരൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമുക്ക് പുതിയ യാത്രകളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ചാനലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവട്ടെ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട്. പിന്നെ കമൻറ്റ് ഇടാൻ കുറച്ച് മടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ. പേഴ്സണലി ഞാൻ തന്നെ റിപ്ലൈ തരാം. എനിക്ക് വേറെ അസിസ്റ്റൻറ്റുമാരോ മാനേജേഴ്സൊന്നുമില്ല സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഹാൻഡിൽ ചെയ്യാൻ. സോ ഞാൻ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ട്രാവലിംഗ് വളരട്ടെ. നിങ്ങളും കൂടെ വളരുക. നിങ്ങളെന്നെ വളർത്തിയാലേ ഞാൻ വളരൂ. ചുമ്മാ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വളർത്തിയാൽ മതി കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്കൊക്കെ അടിച്ച് അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോവാം. ദാറ്റ്സ് അപ് ടു യു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ യാത്രകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഇറ്റ്സ് മീ അക്ഷയ്, കൂട്ടുകാരൻ കീർത്തു ബേബ് ആൻഡ് ശ്രീമോൾ സൈനിങ് ഓഫ് ഫ്രം തമിഴ്നാടു കേരള ബോർഡർ സംവെയർ നിയർ ഏതായി സ്ഥലം? ഇതൊരു സ്ഥലം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.